കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് 2024 നവംബർ 20 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ശീതകാല സീസണിന് തുടക്കം കുറിച്ച് ബഹ്റൈൻ തീരത്ത് ഇത്തവണത്തെ ആദ്യത്തെ ക്രൂസ് കപ്പൽ നങ്കൂരമിട്ടു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പാരിസ്ഥിതിക വികസിത ക്രൂസ് കപ്പലുകളിലൊന്നായ MSC യൂറിബിയയാണ് ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്ത് എത്തിയത്. വാട്ടർ സല്യൂട്ട് നൽകിയാണ് ബഹ്റൈൻ കപ്പലിനെ സ്വീകരിച്ചത്. 2023 നിർമ്മിച്ച ഈ കപ്പലിന് ഏകദേശം 320 ദശലക്ഷം ദീനാർ നിർമ്മാണ ചെലവ് കണക്കാക്കുന്നു. 6300-ലധികം വിനോദസഞ്ചാരികൾക്കും 1700-ലധികം ജോലിക്കാർക്കും താമസിക്കാൻ കഴിയുന്ന ഏകദേശം 2419 ക്യാബിനുകൾ കപ്പലിലുണ്ട്. ലക്ഷറി ബ്രാൻഡ് ഷോപ്പിംഗ്, പൂളുകൾ, സ്പാ, വെൽനസ് സെന്റർ, കുട്ടികൾക്കും മുതിർന്നവർക്കുമായി എന്റർടൈൻമെന്റ് ഏരിയ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ആഗോള ക്രൂസ് ടൂറിസത്തിന്റെ പ്രധാന ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ ബഹ്റൈൻ മാറിക്കഴിഞ്ഞതായും വരും ദിവസങ്ങളിൽ ഇനിയും നിരവധി ക്രൂസ് കപ്പലുകളിൽ ബഹ്റൈൻ തീരത്തെത്തുമെന്നും അധികൃതർ അറിയിച്ചു. യൂറോപ്പിലെയും അമേരിക്കയിലെയും കഠിനമായ ശൈത്യകാലത്ത് കൂടുതൽ ഊഷ്മളമായ കാലാവസ്ഥ ആസ്വദിക്കാനാണ് സഞ്ചാരികൾ ഈ സീസൺ ഉപയോഗപ്പെടുത്തുന്നത്. തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 181 വിദേശ തൊഴിലാളികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാടുകടത്തിയതായി LMRA അധികൃതർ അറിയിച്ചു. വിവിധ ഗവർണറേറ്റുകളിലായി നവംബർ 10 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ 1668 തൊഴിൽ പരിശോധനകളാണ് നടന്നത്. ഇതിൽ താമസ വിസ, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 45 തൊഴിലാളികളെ പിടികൂടി. 33 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾക്ക് പുറമെ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 20 ക്യാമ്പയിനുകൾ നടന്നു. മുഹ്റഖ് ഗവർണറേറ്റിൽ 4, നോർത്തേൺ ഗവർണറേറ്റിൽ 6, സദേൺ ഗവർണറേറ്റിൽ 3 എന്നിങ്ങനെ പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി. ഈ വർഷം ഇതുവരെ 49,614 പരിശോധനകളും 750 സംയുക്ത ക്യാമ്പയിനുകളും നടത്തി. 2502 നിയമലംഘകരെ കണ്ടെത്തുകയും 6327 അനധികൃത തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തതായി LMRA അറിയിച്ചു. ശീതകാലത്ത് ബഹ്റൈനിൽ സജീവമാകുന്ന ശൈത്യകാല ക്യാമ്പിംഗിന്റെ പെർമിറ്റിനായി ഇതുവരെ 2600ഓളം പേർ രജിസ്റ്റർ ചെയ്തതായി സദേൺ ഗവർണറേറ്റ് അധികൃതർ അറിയിച്ചു. ഇത്തവണ 10,000-ഓളം പേരെയാണ് സാഖറിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പിംഗ് നടത്താനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സുരക്ഷിതമായി ക്യാമ്പിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ ഇതിനകം തന്നെ ഏർപ്പാട് ചെയ്തതായും ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞതായും ഗവർണറേറ്റ് അധികൃതർ വ്യക്തമാക്കി. നവംബർ 15 മുതൽക്കാണ് ക്യാമ്പിങ്ങിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചത്. നവംബർ 25-ന് രജിസ്ട്രേഷൻ അവസാനിക്കും. അൽജിനോബ്യ ആപ്ലിക്കേഷനിലെ ഖായിം ഇനീഷ്യേറ്റീവിലൂടെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബഹ്റൈനി സ്വദേശികൾക്കാണ് പെർമിറ്റുകൾ നൽകുന്നത്. ഫെബ്രുവരി 20 വരെയാണ് ക്യാമ്പിംഗ് സീസൺ. ക്യാമ്പിങ്ങിനായി എത്തുന്നവർ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. കമേഴ്ഷ്യൽ കിച്ചൺ മേഖലയിലും ഭക്ഷ്യസേവന ഉപകരണങ്ങളിലും ആഗോളതലത്തിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന പാരാമൗണ്ട് ഫുഡ് സർവീസ് എക്യുപ്മെന്റ് സൊല്യൂഷൻസിന്റെ ബഹ്റൈനിലെ ആദ്യ ഷോറൂം ടുബ്ലിയിലെ അൽ അമ്മാരിയ സെന്റർ ബിൽഡിംഗിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. മനാമ ഡൗൺ ടൗൺ റട്ടാനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കുവച്ചു. റേഷണൽ, നുവോവ സിമോനെല്ലി, റോബോട്ട് കൂപ്പെ എന്നിവയുൾപ്പെടെ 300-ലധികം ആഗോള ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ പാരാമൗണ്ട് ഷോറൂമിൽ ലഭ്യമാണ്. ബേക്കറി, റെസ്റ്റോറന്റ്, കിച്ചൺ, ഗ്രോസറി, എക്യുപ്മെന്റുകൾ എന്നിവയുടെ വിപണനം നടത്തി 36 വർഷമായി ഗൾഫ് മേഖലയിൽ പാരാമൗണ്ട് സജീവ സാന്നിധ്യമാണ്. മാനേജിംഗ് ഡയറക്ടർ KV ഷംസുദ്ദീൻ, ജനറൽ മാനേജർ ഡാനിയൽ T. സാം, ഡയറക്ടർമാരായ ഹിഷാം ഷംസുദ്ദീൻ, അമർ ഷംസുദ്ദീൻ, ക്ലയന്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് വിജയ് ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് ഇവിടെ വെച്ച് തന്നെ നടന്ന ഫൗണ്ടേഴ്സ് ഡിന്നറിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, ബിസിനസ് പ്രമുഖർ, ഹോസ്പിറ്റാലിറ്റി, ഫുഡ് സർവീസ് മേഖലകളിലെ വിദഗ്ധർ എന്നിവർ പങ്കെടുത്തു. ഭക്ഷ്യസേവനത്തിന്റെ ഭാവി, ഇന്നോവേഷനുകൾ, വെല്ലുവിളികൾ, പ്രാദേശിക വളർച്ച എന്ന തലക്കെട്ടിൽ പാനൽ ചർച്ചയും നടന്നു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
മുൻ ബഹ്റൈൻ പ്രവാസിയും 7 ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ ലേഡീസ് വിംഗ് സെക്രട്ടറിയും സംഘടനയുടെ കൾച്ചറൽ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന രാജി എസ് നായരുടെ വിയോഗത്തിൽ ഓറ ആർട്സ് സെന്ററിൽ ചേർന്ന യോഗത്തിൽ 7 ആർട്സ് കൾച്ചറൽ ഫോറം അനുശോചനം രേഖപ്പെടുത്തി. സംഘടനാ പ്രസിഡന്റ് ജേക്കബ് തേക്കുതോട്, ചെയർമാൻ മനോജ് മയ്യന്നൂർ, ട്രഷറർ തോമസ് ഫിലിപ്പ്, വൈസ് പ്രസിഡന്റുമാരായ MC പവിത്രൻ, സത്യൻ കാവിൽ, കൾച്ചറൽ സെക്രട്ടറി ബൈജു മലപ്പുറം, ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ബിജു ജോർജ്, NSS വൈസ് പ്രസിഡന്റ് UK അനിൽ, രാജി എസ് നായർ, വിനോദ് അരൂർ, മനഷീർ, ലേഡീസ് വിംഗ് കോർഡിനേറ്റർ മിനി റോയ്, ബിബിൻ മാടത്തേത്ത്, ജെയ്സൺ, അബി കൊല്ലം, സുകേഷ്, റോയ് മാത്യു, അഞ്ജു സന്തോഷ്, വിശ്വ സുകേഷ്, ലിബി ജെയ്സൺ, തോമസ് എബ്രഹാം, സന്തോഷ് കുറുപ്പ്, പ്രഭ PG, ഷാജി തോമസ് തുടങ്ങിയവർ പരേതയെ അനുസ്മരിച്ച് സംസാരിച്ചു. വടകര ഒഞ്ചിയം സ്വദേശി ബഹ്റൈനിൽ നിര്യാതനായി. മേക്കുന്നത്ത് ശശിയാണ് ഉമ്മുൽ ഹസത്തെ താമസ സ്ഥലത്ത് വെച്ച് നിര്യാതനായത്. 57 വയസ്സായിരുന്നു പ്രായം. 6 വർഷമായി ടൈലറായി ജോലി ചെയ്യുകയായിരുന്നു. ബഹ്റൈനിൽ വന്നതിന് ശേഷം ഇതുവരെ നാട്ടിൽ പോയിട്ടില്ല. മൃതദേഹം സൽമാനിയ മോർച്ചറിയിലാണ്. നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ KMCCയുടെ നേതൃത്വത്തിൽ ചെയ്തു വരികയാണ്.